ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യുസാറ്റ് 2023 കോംപ്ലക്സ് അനാലിസിസ് എന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 69, 84 ആൻഡ് 100 ഈ 3 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനു മുന്നേ ഞാൻ നമ്മുടെ പുതിയ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ നമ്മൾ കുസാറ്റ് അതുപോലെ മറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എക്സാംസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ, MG, കേരള, അതുപോലെ ജാമിയ മിലിയ ഇസ്ലാമിയ, ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റീസിന്റെ എൻട്രൻസ് എക്സാംസ് വരാൻ പോവുകയാണ് വിത്തിൻ ദ സ്പാൻ ഓഫ് 1 month ഓർ 1.5 months. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് മാത്സിയോൺ സ്റ്റാർട്ട് ചെയ്യുവാണ്. 1 month ആയിരിക്കും കോഴ്സിന്റെ ഡ്യൂറേഷൻ ആൻഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 15th of April ആണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 69 ആണിത്. ചോദ്യം എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദ റെസിഡ്യൂ ഓഫ് f of z equal to z e raised to z divided by z minus 1 the whole cube at z equal to 1. So we have to find a residue of f at 1. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം 1 എന്ന് പറയുന്ന പോയിന്റ്, z equal to 1 എന്ന് പറയുന്ന പോയിന്റ് നോക്കൂ, ഒരു സിംഗുലാർ പോയിന്റ് ആണ്. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇത് പോൾ ഓഫ് ഓർഡർ 3 ആണ് അല്ലെ. ഇറ്റ് ഇസ് എ പോൾ ഓഫ് ഓർഡർ 3, z equal to 1 എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിന്ന് ക്ലാസിഫൈ ചെയ്തെടുത്തു. ഇനി പോൾ ഓഫ് ഓർഡർ n ആണ് നമ്മളുടെ പോയിന്റ്. നമ്മുടെ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോൾ ആൻഡ് ഇറ്റ് ഇസ് എ പോൾ ഓഫ് ഓർഡർ n ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? എങ്ങനെയാണ് റെസിഡ്യൂ കണ്ടുപിടിക്കുക? അപ്പം റെസിഡ്യൂ ഓഫ് f at a, where a is a pole of order n ആണെങ്കിൽ this is equal to 1 by n minus 1 factorial. ശരിയാണല്ലോ? ലിമിറ്റ് z tends to a, n minus ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലെ, n minus ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു ഓഫ് എന്ത് f of z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ let f of z be some g of z divided by z minus a raised to n. ഈ ഫോം ആയിരിക്കുമല്ലോ a എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ n ആകണമെങ്കിൽ. സോ എന്തായിരിക്കും ഇവിടെ? g of z. ഇതാണ് പോൾ ഓഫ് ഓർഡർ n ആണെങ്കിൽ നമ്മൾ റെസിഡ്യൂ കാണുന്ന വിധം. ഇതാണ് ഫോർമുല. സോ ഇവിടെ എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടുത്തെ f of z എന്ന് പറയുന്നത് z e raised to z divided by z minus 1 the whole cube ആണ്. സോ ഇവിടുത്തെ g of z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z e raised to z ആണ്. Therefore residue of f at 1 എന്ന് പറയുന്നത് 1 by ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്. സോ 3 minus 1 the whole factorial. ലിമിറ്റ് z tends to a, ഇവിടെ 1 ആണ്. ഇവിടെ 3 minus 1 എന്ന് പറഞ്ഞാൽ സ്ക്വയർ അല്ലേ. ദാറ്റ് മീൻസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത്. d square by dz square of g of z എന്താണ് ഇവിടെ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് z e raised to z. അപ്പൊ നമ്മുടെ പ്രോബ്ലം സിംപ്ലിഫൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് 1 by 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. സോ 1 by 2 ഇൻറ്റു ലിമിറ്റ് z tends to 1. നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം അല്ലെ. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടോക്കാം. d square by dz square of z e raised to z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? e raised to z പ്ലസ് z e raised to z എന്ന് വരും അല്ലെ. ചെയിൻ റൂൾ അപ്ലൈ ചെയ്തു. z ന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു e raised to z പ്ലസ് z ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് e raised to z ചെയ്തു. ഇനി ഒരു തവണ കൂടെ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. e raised to z തന്നെ വരുന്നു പ്ലസ് e raised to z പ്ലസ് z e raised to z. ശരിയാണല്ലോ? ദാറ്റ് ഇസ് 2e raised to z പ്ലസ് z e raised to z. ഇതാണ് നമ്മുടെ വാല്യൂ. 2e raised to z പ്ലസ് z e raised to z എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ലിമിറ്റ് z tends to 1 എന്ന് പറയുന്ന ലിമിറ്റ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് when z tends to 1 എന്ത് വരും? 2e raised to 1 plus 1 into e raised to 1. That is nothing but 1 by 2 into 2e
പ്ലസ് ഇ എന്ന് വരും. ദാറ്റ് ഇസ് 3e അല്ലേ. 3e/2 എന്നാണ് ആൻസർ വരുന്നത്. 3e/2 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സോ ഇങ്ങനെയാണ് റെസിഡ്യൂ അറ്റ് എ പോൾ കണ്ടുപിടിക്കുന്നത്. പോൾ ഓഫ് ഓർഡർ n കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. സോ ഇത്രയും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കഴിഞ്ഞ വർഷത്തെ 69th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ദിസ് വാസ് 84th ക്വസ്റ്റ്യൻ. 84ാമത്തെ ചോദ്യമാണ്. ഇത് കോംപ്ലക്സ് എന്നുള്ള ചോദ്യമായിരുന്നു. എന്താണ് ചോദ്യം? The function f of z equal to mod z square is differentiable. ഈ ഒരു ഫംഗ്ഷൻ എവിടെയാണ് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. സോ യൂണിറ്റ് ഡിസ്ക് മോഡ് z equal to 1-ലാണോ, അറ്റ് z equal to 0-ലാണോ, ഹോൾ കോംപ്ലക്സ് പ്ലെയിനിൽ ഡിഫറൻഷ്യബിൾ ആണോ, അല്ലെങ്കിൽ ഓൺ ദ സ്ട്രേറ്റ് ലൈൻ z പ്ലസ് മോഡ് z equal to 4. ഇവിടെ എവിടെയാണ് ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് കോഷി-റീമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സിൽ ഡിഫറൻഷ്യബിൾ ആയി. ശരിയാണല്ലോ? ഓക്കെ. സോ ഫസ്റ്റ് തിങ് നമുക്ക് ഈ ഫംഗ്ഷനെ നമുക്ക് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്നുള്ള ഫോമിൽ എഴുതുന്നു. വെർ യു ആൻഡ് വി ആർ ഫങ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ. ആ രീതിയിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റണം. നമുക്ക് നോക്കാം. മോഡ് സെഡ് സ്ക്വയർ നമുക്കറിയാം. ഇഫ് z is equal to x plus iy, then mod z എന്ന് പറയുന്നത് root of x square plus y square ആണ്. Therefore f of z എന്ന് പറയുന്നത് mod z ന്റെ സ്ക്വയർ ആണ്. സോ നമ്മുടെ ഇവിടെ ഈ റൂട്ട് അങ്ങ് പോയി കിട്ടും അല്ലെ. x square plus y square എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ. സോ ഇതുമായിട്ടൊന്ന് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഹിയർ u is equal to x square plus y square and v equal to 0. റിയൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇമാജിനറി പാർട്ട് 0 ആണെന്ന് മനസ്സിലായി. ഓക്കെ, നമുക്ക് ഇനി പ്രൊസീഡ് ചെയ്യാം. സോ കോഷി-റീമാൻ ഇക്വേഷൻ എന്തായിരുന്നു പറഞ്ഞത്? നമ്മൾ യും വിയും എക്സ് വൈയിലുള്ള രണ്ട് ഫംഗ്ഷൻസ് ആണെന്ന് പറഞ്ഞു. അതിൽ ഡിഫറൻഷ്യബിൾ ആണ്. അതായത് ആ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യു എക്സ് യു വൈ ആൻഡ് വി എക്സ് വി വൈ ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആണ് നമുക്ക് കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ആ കണ്ടീഷൻ പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ എന്തായിരുന്നു കണ്ടീഷൻ? യു എക്സ് ഷുഡ് ബി ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇത് രണ്ടും സൈമിൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിലൂടെ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ പറ്റും. സോ ഇവിടെ യു എക്സ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x എന്ന് കിട്ടുന്നു. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y എന്ന് കിട്ടുന്നു. ഇവിടെ ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. സോ അതുകൊണ്ട് രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സും 0 ആണ്. ഓക്കെ, സോ യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആയിരിക്കണം അല്ലെ. ദാറ്റ് മീൻസ് 2x ഷുഡ് ബി ഈക്വൽ ടു 0 ഇംപ്ലൈസ് x ഇസ് ഈക്വൽ ടു 0. അതുപോലെ ഇവിടെ യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആകണമെങ്കിൽ ദാറ്റ് മീൻസ് 2y ഈക്വൽ ടു മൈനസ് 0 എന്ന് പറഞ്ഞാൽ 2y ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലെ. 2y ഈക്വൽ ടു 0 ഇംപ്ലൈസ് y ഈക്വൽ ടു 0. അപ്പൊ ഈ പോയിന്റിൽ എന്താണ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. ദാറ്റ് മീൻസ് എക്സ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. ഇതിന് നമുക്ക് കോംപ്ലക്സ് ടേംസിൽ പറയുകയാണെങ്കിൽ z ഈക്വൽ ടു 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ബി. സോ അറ്റ് z ഈക്വൽ ടു 0 ദിസ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ. സോ ക്ലാസിക് ആയിട്ടുള്ള കോഷി-റീമാൻ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തത്. അടുത്ത നമുക്ക് 100th ക്വസ്റ്റ്യൻ ആണ്. കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ആണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? നമുക്ക് ഈ ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ആണ് കാണേണ്ടത്. അറ്റ് z ഈക്വൽ ടു മോഡ് z ഈക്വൽ ടു 2. മോഡ് z ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ എന്ന് പറയുന്നത് ഒറിജിനും റേഡിയസ് 2 ആയിട്ടുള്ള ഒരു സർക്കിൾ ആണ്. ഈ സർക്കിൾ ആണ് നമ്മുടെ കർവ് 2i മൈനസ് 2i. ഇതാണ് നമ്മുടെ ആക്സിസിന് മുകളിലുള്ള ഈ കർവ് ടച്ച് ചെയ്യുന്ന പോയിന്റ്സ്. ഓക്കെ, സോ നമുക്ക് ഈ
ഇന്റഗ്രൽ ആണ് കാണേണ്ടത്. കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ ഈ പറയുന്ന കർവിനകത്ത് എല്ലായിടത്തും അനലിറ്റിക് ആണെങ്കിൽ, അതായത് ഒരു സിംഗുലർ പോയിന്റും ഈ കർവിനകത്തോ കർവിന് മുകളിലോ ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഇന്റഗ്രൽ 0 ആണെന്ന് പറയാൻ പറ്റും. അതായിരുന്നു കോഷ്യസ് തിയറം പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ സിംഗുലർ പോയിന്റ്സ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഈ 9 - z² ഇൻറ്റു z + i = 0 ആകുന്ന പോയിന്റ്സ് ആണ്. ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റുകളാണ് സിംഗുലർ പോയിന്റ്സ് ആക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഇവിടെ സിംഗുലർ പോയിന്റ്സ് ആകെ ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, z = -i എന്ന് പറയുന്ന പോയിന്റ് സിംഗുലർ പോയിന്റ് ആണ്. അതുപോലെ 9 - z² = 0 എന്നുള്ളത് 0 ആകുന്ന z ഏതൊക്കെയാണ്? z = 3, z = -3 അല്ലെ? സോ ഈ 3 പോയിന്റ്സ് ആണ് സിംഗുലർ പോയിന്റ്. z = 3, -3 ആൻഡ് -i. ഇനി ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. 3 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കിടക്കുന്നതാണ്. -3 എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇനി -i എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്നത്. സോ ഈ 3 സിംഗുലർ പോയിന്റ്സിൽ ഈ -i മാത്രമാണ് നമ്മുടെ കർവിനകത്ത് കിടക്കുന്ന പോയിന്റ്. ബാക്കി എല്ലാ പോയിന്റ്സും ഓക്കെ ആണ്. സോ ഇതിനെ ഇന്റഗ്രൽ mod z = 2 z/9 - z² ഇൻറ്റു z + i dz നെ 2πi ഇൻറ്റു f ഓഫ് -i എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ശരിയാണല്ലോ? ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ കോഷ്യസ് തിയറം പറയുന്നത് അല്ലെ. 1/2πi ഇൻറ്റു ഇങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു f ഓഫ് a എന്നാണ് നമ്മുടെ തിയറം പറയുന്നത് അല്ലെ. സോ ഈ 2πi ഇങ്ങോട്ട് പോയെന്ന് മാത്രം. സോ 2πi ഇൻറ്റു f ഓഫ് -i എന്ന് വന്നു. ഇങ്ങനെയൊക്കെ വരാനുള്ള റീസൺസ് ഉണ്ട്. ഇവിടെ നോക്കൂ, z = -i എന്ന് പറയുന്നത് അതിന്റെ ഡിഗ്രി 1 ആണ്. ഇനി ഡിഗ്രി 2 ഒക്കെ ആയിരുന്നെങ്കിൽ ഈ ഇക്വേഷനിൽ ചെറുതായ മാറ്റം വരും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത്രേ ചെയ്യാനുള്ളൂ. അപ്പം നമ്മുടെ ഇവിടുത്തെ f എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ഇത്രയാണ് അല്ലെ. നോക്കൂ, f ഓഫ് z/z - a. ഇവിടെ z - a എന്നുള്ളത് മാത്രം ഡിനോമിനേറ്ററിൽ വെക്കുകയാണെങ്കിൽ f ഓഫ് z എന്ന് പറയുന്നത് ഇതാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു z ന് പകരം -i കൊടുക്കുക. -i ഡിവൈഡഡ് ബൈ 9 - -i². ഇതാണ് നമ്മുടെ ഇന്റഗ്രലിന്റെ വാല്യൂ. ദിസ് ഈസ് ഈക്വൽ ടു 2π മൈനസ് പുറത്തേക്ക് എടുക്കാം, i² ഉണ്ട് ഇവിടെ, ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും? 9 - -i the whole square. -i the whole square എന്ന് പറഞ്ഞാൽ എന്താണ്? i² തന്നെയാണ് അല്ലെ. i² എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 ആണ്. സോ 9 - -1 that means 9 + 1 എന്ന് പറയാൻ പറ്റും. 9 + 1 ഈക്വൽ ടു i² എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ -1 ഇൻറ്റു മൈനസ് ഇവിടെ പ്ലസ് ആകും. ദാറ്റ് ഇസ് 2π ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. 2π ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഇസ് ഈക്വൽ ടു π/5 എന്ന് വരും. π/5 എന്നുള്ള ഉത്തരവുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഇത് കോഷ്യസ് തിയറം വെച്ചിട്ട് ചെയ്ത ഒരു പ്രോബ്ലം ആണ്. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രൽ കാണാൻ പറയും. അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഇതായിരുന്നു കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതുപോലെ എല്ലാ ടോപ്പിക്കിലെയും ക്വസ്റ്റ്യൻസ് നമുക്ക് വീഡിയോസ് അവൈലബിൾ ആണ്. സോ നേരത്തെ പറഞ്ഞ നമ്മുടെ 1 month ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ക്ലാസ് 15th ഏപ്രിലിന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ ഇതാണ് നമ്മുടെ കോൺടാക്ട് നമ്പർ. സോ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൾ ചെയ്യാം, നിങ്ങൾക്ക് എൻക്വയർ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.